നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹർദമായ സ്വാഗതം. കാറ്റഗറി നമ്പർ 117 നമ്മൾ ബാലൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ 117/2021 കാറ്റഗറിയിൽ വരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യനും അനുബന്ധ വിവരങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ തന്നെ ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ബി നിട്ടത് കേട്ടോ. ബാലൻസ് ആണ്. നമുക്ക് നോക്കിയാലോ? ഓക്കെ, ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നിങ്ങളില്ലാതെ ഒരു അടി എനിക്ക് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് പൈസയൊന്നും തരണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വലത് ബട്ടൺ വശത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യണം. താഴെ ജസ്റ്റ് ഒരു കമന്റ്. ഓക്കെ, അത്ര മതി. ഓക്കെ, അതിൽ ഞാൻ ആവശ്യപ്പെടുന്നോളൂ. തീർച്ചയായിട്ടും നിങ്ങൾ തരുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് സെർച്ചിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ പറയുന്നത്. അല്ലാതെ അതിൽ നമുക്ക് വലിയൊരു ബെനിഫിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്കാണ് അതിൽ യൂസ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ എടുത്തിട്ട് കാണാനായിട്ടാണ്. നമുക്കൊന്ന് ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? നിങ്ങൾ എപ്പോഴും ഒരു PSC എക്സാമിന് പഠിക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യണം? ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഒരു എക്സാം, നമ്മൾ മൗലികാവകാശങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ എപ്പോഴും വരുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളത് എപ്പോഴും എന്ത് ചെയ്യണം? നന്നായിട്ട് ഇത് പഠിച്ചു വെക്കണം. അപ്പൊ എന്താണ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, 4 എണ്ണം ആൻസർ ചെയ്യാം. നമുക്ക് അപ്പോഴേക്കും ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ എന്താണ് ഈ വോട്ടവകാശം എന്ന് പറയുന്നത്? വോട്ടവകാശം ചോദിക്കാറുണ്ട്. മൗലിക അവകാശമാണോ നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടും എന്ന് പറയുന്നത്? ആണോ? സമ്മതിദാനാവകാശം എന്ന് പറയുന്നത് ഭരണഘടന അനുസരിച്ച് എന്താണ്? ഒരു നിയമ അവകാശമാണ് കേട്ടോ. ഒരു നിയമ അവകാശം ആണ്. പഠിച്ചോട്ടെ, ഇത് എപ്പോഴും വരും. നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ആ നമ്മുടെ വോട്ടവകാശം എന്ന് പറയുന്നത് ഭരണഘടന അനുസരിച്ചിട്ട് എന്താണ്? ഒരു നിയമ അവകാശമാണ്. എന്താണ്? ഒരു നിയമാവകാശമാണ്. എന്നാൽ പക്ഷെ ഇതെന്താണ്? നിയമം മൂലം എന്ത് ചെയ്തിട്ടില്ല, ഇതൊരു നിർബന്ധിത കടമയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യണ്ടോയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലെ? പക്ഷെ ഒരു നിയമവും ഇല്ല. എന്താണ്? ഞാൻ വോട്ട് ചെയ്യണം, നീ വോട്ട് ചെയ്തിരിക്കണം എന്ന് നിർബന്ധമായിട്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള നിയമമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ എന്താണ് വോട്ടവകാശം എന്ന് പറയുന്നത് ഒരു നിയമ പക്ഷെ അതൊരു നിർബന്ധിത കടമയല്ല കേട്ടോ. ഒരു നിയമ അവകാശമാണ്, പക്ഷെ ഒരു നിർബന്ധിത കടമ അല്ല. കണ്ട, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വോട്ട് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യും അല്ലേ? ആരെങ്കിലും വന്നിട്ട് എന്താ വോട്ട് ചെയ്യില്ല, പോയി വോട്ട് ചെയ്യും പറയാൻ പറ്റുമോ? പറ്റില്ല. മനസ്സിലായ? അപ്പൊ ഈ സമ്മതിദായകർ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നവരാണ് അല്ലെ? നമ്മളാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെയൊക്കെ വോട്ടവകാശം ചെയ്യുന്ന ഓരോ വ്യക്തികളെയും എന്തു പറയും? സമ്മതിദായകർ എന്ന് പറയും ഇല്ലേ? അപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ ഞാനൊരു സമ്മതിദായക ആണ് അല്ലെ? സമ്മതിദായകയാണ്. അപ്പോ സമ്മതിദായക. അപ്പൊ നമ്മളാണ് എന്ത് ചെയ്യുന്നത്? പ്രതിനിധികളെ തെരഞ്ഞെടുത്തിട്ട് നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഒക്കെ വിടുന്നത് അല്ലെ? വോട്ട് ചെയ്യാൻ വരുമ്പോ നല്ല രസം, നല്ല സ്നേഹവും നല്ല കാരുണ്യവും നല്ല അനുകമ്പയും നല്ല എന്താ പറയുക റെസ്പെക്റ്റും ഒക്കെയാണ് അല്ലെ ഓരോരുത്തർക്കും ഓരോ വ്യക്തികളോടും. അത് കഴിഞ്ഞാൽ അവരങ്ങോട്ട് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ അങ്ങോട്ട് കയറി കഴിയുമ്പോ പിന്നെ എന്താണ്? കൈ പൊക്കണോ വേണോ? വേണമെങ്കിൽ പൊക്കാം അല്ലെ? അതാണ് അവസ്ഥ അല്ലെ? അപ്പൊ ഒരിക്കലും എന്താണ്? അതൊരു നിർബന്ധിത കടമയൊന്നുമല്ല. ശരിയല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യാണ്ടിരിക്കുക അവിടെ? അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ട, ഓരോ വ്യക്തികളും ചെയ്യേണ്ടത് അല്ലെ? അത് ഏത് പാർട്ടി ആയിക്കോട്ടെ. പിന്നെ 18 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം എന്താണ്? ഇന്ത്യയില് വോട്ടവകാശത്തിന് അർഹതയുണ്ട്. 18 വയസ്സ് പൂർത്തിയാകണം. ഇനി പിന്നെയോ ജാതി, ഇവിടെ ശ്രദ്ധിച്ചോ, ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, അതായത് ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പില് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ പറയും സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. എന്താണ് ഈ സാർവത്രികം പറയുന്നത്? ഭാഷയുടെ പേരിൽ ഇന്ന ഭാഷ അറിയുന്നവർക്ക് മാത്രമാണോ
വോട്ടവകാശം? അല്ല. ഇന്ന ജാതിക്കാരന് മാത്രമാണോ? അല്ല. ഇന്ന വർഗക്കാരന് മാത്രമാണോ? അല്ല. ഇന്ന ആണിന് മാത്രമാണോ? അല്ലെങ്കിൽ ഇന്ന പെണ്ണിന് മാത്രമാണോ? അല്ല. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ ഭേദമേന്യേ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ 18 വയസ്സ് പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് എന്ത് പറയുന്നത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ വോട്ടവകാശം എന്ന് പറയുന്നത് ഒരു നിയമാവകാശമാണ്. പക്ഷെ അതൊരു നിർബന്ധിത കടമയല്ല. വോട്ടവകാശം വിനിയോഗിക്കുന്ന ഓരോ വ്യക്തിയെയും സമ്മതിദായകർ എന്നാണ് പറയുന്നത്. 18 വയസ്സ് കഴിഞ്ഞ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വോട്ടവകാശമുണ്ട്. ജാതി, മത, വർഗ, ഭാഷ, ലിംഗഭേദമന്യേ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഓരോ പൗരനും വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഇനി ഓരോ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനും ജനപ്രതിനിധിയാകാനും ഒക്കെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട് അല്ലെ? നിങ്ങൾക്കും എനിക്കും ഒക്കെ എന്തായ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ജനപ്രതിനിധിയൊക്കെ ആകാനായിട്ട് പറ്റും ട്ടോ. ഇനി ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചിട്ട് നമുക്കിനി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ട്ടോ. എന്താണ് ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? ഓക്കെ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇതിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. 1900 ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ. 1950 കണ്ടോ? ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വേഗം ആൻസർ ഫില്ല് ചെയ്യണം കേട്ടോ. 1950 ജനുവരി മാസം 26-നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അല്ലെ? ആ നിലവിൽ വന്നത് മുതൽ തന്നെ എന്തുണ്ട്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു കേട്ടോ. 1950 ജനുവരി 26-നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ആ നിലവിൽ വന്നത് മുതൽ തൊട്ട് തന്നെ എന്തുണ്ട്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിലുണ്ട് കേട്ടോ. ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്ന അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് കിടക്കുന്നത്? 326-ലാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിക്കുന്ന അനുച്ഛേദം ഏതാണ്? 326 കേട്ടോ. 1989 പഠിക്കണേ. 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം എത്രയായിരുന്നു? അന്ന് 18 വയസ്സല്ല. വോട്ടവകാശ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. 21 വയസ്സായിട്ടുള്ള ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നു? വോട്ടവകാശം ഉണ്ടായിരുന്നു. 1950 ജനുവരി 26 മുതൽ 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 ആയിരുന്നു. ഓക്കെ, എന്നാൽ 1989 വരെ എന്തായിരുന്നു? 21 വയസ്സായിരുന്നു. എന്നാൽ എന്ത് ചെയ്തിട്ടുണ്ട്? 1988 ശ്രദ്ധിച്ചോ, വർഷം ശ്രദ്ധിച്ചോ. 88-ലെ 61-ാം ഭേദഗതി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1988-ലെ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1989-ല് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് എത്രയാക്കി മാറ്റി? 18 വയസ്സാക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്രയാണ്? 18 വയസ്സാണ്. അപ്പൊ പഠിക്കണം. 1950 ജനുവരി 26-ന് എന്ത് ചെയ്തു? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. പഠിച്ചല്ലോ. അന്ന് മുതൽ തന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉണ്ട്. 1950 ജനുവരി 26 മുതൽ 1989 വരെ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 വയസ്സായിരുന്നു. 18 വയസ്സായവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ 1988-ലെ 61-ാം ഭേദഗതി അത് നിലവിൽ വന്നത് 89-ലാണ്. അത് 21-ൽ നിന്നും വോട്ടവകാശ പ്രായം എത്രയാക്കി? 18 വയസ്സാക്കിയിട്ട് മാറ്റി. ഇനി ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ് കേട്ടോ. സാർവത്രിക ശ്രദ്ധിക്കണേ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മണിപ്പൂര്. ഏതാണ്? മണിപ്പൂര്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പഠിക്കാനുള്ളത് കേട്ടോ. ഇനി ഒരു സമ്മതിദായകനാകണമെങ്കിൽ നമ്മളിപ്പോ
നമ്മുടെ വോട്ടർ പട്ടികയിലൊക്കെ പേര് വരും അല്ലെ? വോട്ടർ പട്ടികയിലൊക്കെ പേര് വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് പേര് വരുന്നതാണോ? അല്ല. അങ്ങനെയാണ് നമ്മൾ ആദ്യം നമ്മളൊരു 18 വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ വോട്ടർ പട്ടിക പേര് ചേർക്കാൻ വേണ്ടി അക്ഷയിലൊക്കെ പോകാൻ പറയും അല്ലെ? അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്നത്? നിർദ്ദിഷ്ട ഫോറം ഏതാണ്? നിർദ്ദിഷ്ട ഫോറം ഏതാണ്? 6 കേട്ടോ. നിർദ്ദിഷ്ട ഫോറം 6 അപേക്ഷ നൽകണം. പിന്നെ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. പിന്നെ സമ്മതിദാന പ്രദേശത്ത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ 6 മാസമായിട്ടെങ്കിലും താമസം ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ 2-3 മാസമായിട്ടുള്ള താമസമെങ്കിൽ നമുക്ക് വോട്ടവകാശം കിട്ടില്ല. 6 മാസമെങ്കിലും എന്ത് ചെയ്യണം? ആ പ്രദേശത്ത് നമ്മള് താമസക്കാരൻ ആയിരിക്കണം കേട്ടോ. നിർദ്ദിഷ്ട ഫോറം 6 അപേക്ഷ നൽകണം. പിന്നെ എന്താണ്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 6 മാസമെങ്കിലും സമ്മതിദാന പ്രദേശത്തെ താമസിക്കുന്ന ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വോട്ടവകാശത്തെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുള്ളത്. പിന്നെ വോട്ടവകാശം എന്ന് പറയുമ്പോഴേ നമുക്ക് രാഷ്ട്രപതിയാകാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനേ രാഷ്ട്രപതിക്ക് എത്ര വയസ്സാണ്? ഇന്ത്യൻ പ്രസിഡന്റ് എത്ര വയസ്സാകണം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ? 35 വയസ്സാണ് കേട്ടോ. ഇനി ഉപരാഷ്ട്രപതിക്ക് എത്രയാണ്? ഉപരാഷ്ട്രപതിക്ക് 35 വയസ്സാണ്. രാജ്യസഭാ അംഗമാകാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 30 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോകസഭാ അംഗമാകാനോ? ലോകസഭാ അംഗം ആകാൻ 25. സംസ്ഥാന നിയമസഭാ അംഗമാകാൻ 25. നഗരസഭാ അംഗമാകാൻ 21. പഞ്ചായത്ത് അംഗമാകാൻ 21. കണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ പഠനം. മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇത് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരമാകുന്നുണ്ടോ? ഉപകാരമാകുന്നുണ്ട്. കണ്ടോ? നമ്മൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആക്കി. അല്ലാണ്ട് ഞാൻ വെറുതെ ഇതൊരു നിയമ അവകാശമാണ് 18 വയസ്സ് നിങ്ങളത് കളിപ്പിക്കലല്ലേ? ഞാനത് നിങ്ങളെ കബളിപ്പിക്കല്ലേ? നിങ്ങളൊരു അരമണിക്കൂർ നിങ്ങൾ ഈ ക്ലാസ്സിക്ക് വേണ്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ ആ അരമണിക്കൂർ നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ? പിന്നെ നിങ്ങളുടെ പഠന രീതിയും കൂടി നിങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തണം കേട്ടോ. വെറുതെ ഇത് കേട്ട് അതിങ്ങനെ പോയി കാര്യം നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് മാറ്റണം കേട്ടോ. ഇപ്പോ നമ്മൾ ഒന്ന് ഓടിച്ചു വിടാം കേട്ടോ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇതൊരു നിയമ അവകാശമാണ്. എന്നാൽ നിയമം മൂലം നിർബന്ധിതമായിട്ടുള്ള ഒരു കടമ അല്ല. നമ്മൾ ഓരോരുത്തരും വോട്ടവകാശം ചെയ്യുന്ന ഓരോ വ്യക്തിയും സമ്മതിദായകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 18 വയസ്സ് പൂർത്തിയായിരിക്കണം ഒരു വോട്ടവകാശം ചെയ്യാൻ. ജാതി മത വർഗ ഭേദമന്യേ ഭാഷ ലിംഗ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എന്താണ് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അന്ന് മുതൽ 1989 വരെ വോട്ടവകാശ പ്രായം 21 വയസ്സായിരുന്നു. എന്നാൽ 1988 61 ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? 1989 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കിയിട്ട് കുറച്ചു. ഓക്കെ, പിന്നെ ഒരു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് മണിപ്പൂരാണ്. പിന്നെ ഒരു വോട്ടവകാശം ഒരു വോട്ടർ പട്ടികയിലൊക്കെ പേര് ചേർക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നിർദ്ദിഷ്ട ഫോറം 6 അപേക്ഷ നൽകണം. നിർദ്ദിഷ്ട ഫോറം ഏതാണ്? 6 കേട്ടോ. 6 അപേക്ഷ നൽകണം. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 6 മാസം കാലയളവിലെങ്കിലും സമ്മതിദാന പ്രദേശത്ത് എവിടെയാണോ വോട്ട് ചെയ്യുന്നത് ആ പ്രദേശത്ത് 6 മാസമെങ്കിലും താമസം ഇരിക്കണം. ഇനി വോട്ടവകാശം എന്ന് പറയുന്നത് നമുക്ക് പ്രസിഡന്റിന് എങ്ങനെയാണ് വോട്ടവകാശം എന്ന് പറയുന്നത്? രാഷ്ട്രപതിക്ക് എത്രയാണ്? 35 വയസ്സ് തികഞ്ഞിരിക്കണം. പ്രസിഡന്റ് ആകാൻ എത്ര വയസ്സ് തികഞ്ഞിരിക്കണം? 35 വയസ്സ്. ഉപരാഷ്ട്രപതിയാകാനോ വൈസ് പ്രസിഡന്റിനോ 35. രാജ്യസഭാംഗമാകാൻ 30. ലോകസഭാംഗം നിയമസഭാംഗം 25. നഗരസഭ പഞ്ചായത്ത് 21. ഓക്കെയാണോ? എങ്കിൽ ഇതൊന്ന് ഫില്ല് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്ക. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. ആണ് അല്ലെ? ഇവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണ്. അപ്പൊ 1 എന്തായാലും നമ്മുടെ ആൻസറിൽ ഉണ്ടാകണം അല്ലേ? ഇവിടെ 3, 4 ആണ്, 1 ഇല്ല. അപ്പൊ അതുകൊണ്ട് വെട്ടി. ഇവിടെ 2, 3, 4 ബി തന്നിരിക്കുന്നത്, 1 ഇല്ല. അതുകൊണ്ട് ഇതും വെട്ടി അല്ലേ? ഇനി നോക്കൂ, ഭരണഘടനാ അനുച്ഛേദം 327 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചിട്ട് പരാമർശിക്കുന്നു. 327 ആണോ നമ്മൾ
പഠിച്ചത്? അല്ല, 326 അല്ലെ. അപ്പൊ ഓപ്ഷനിൽ എന്ത് പാടില്ല? 2 പാടില്ല അല്ലെ. 2 വരുന്നത് ഓപ്ഷൻ നമ്മൾ വെട്ടിക്കളയണം. 2 ഇവിടെ വന്ന് വെട്ടിക്കളയണം കേട്ടോ. 1, 3, 4 ശരിയായ പ്രസ്താവന. 1989 61ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത്. ശരിയാണ്. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഓക്കെ ആയല്ലോ. ആൻസർ 1, 3, 4. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ആരാണ്? അരുൺകുമാർ മിശ്രയാണ്. പക്ഷെ ഇപ്പൊ കറന്റ് അഫെയറിൽ നമ്മൾ പഠിക്കുമ്പോ കറന്റ് അഫെയറിൽ ഇപ്പൊ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം ട്ടോ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പദവി അലങ്കരിക്കുന്നത്. കറണ്ട് അഫെയർ പഠിക്കണേ. വി രാമസുബ്രഹ്മണ്യ. ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആദ്യത്തേത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? രംഗനാഥ മിശ്ര. ആദ്യത്തേത് ആരാണ്? രംഗനാഥ മിശ്ര. അതായത് 1993 അല്ലെ. ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആ സമയത്ത് അതിന്റെ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. രണ്ടാമത് ആരാണ്? വെങ്കട ചെല്ലയ്യ. പഠിച്ചു വെക്കണേ. ചോദിച്ചിട്ടുണ്ട് ഓർഡറിലായിട്ട് ഫസ്റ്റ് 4 പേരുടെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഓരോ എക്സാമിന് 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ താഴെ തന്നിട്ടുള്ളവരിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പദവി അലങ്കരിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ 4 നമ്മൾ നന്നായിട്ട് കാണാതെ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ മറ്റു പേരുകൾക്കൊന്ന് ഓട്ടിച്ചു വിടുക കേട്ടോ. നമ്മൾ വനിതാ കമ്മീഷൻ പഠിച്ചപ്പോ നമ്മൾ പഠിച്ചില്ലേ, കുറെ സിനിമാ നടികളുടെ പേരൊക്കെ വെച്ച് ഓർമ്മിച്ചപ്പോ കണ്ടോ. അങ്ങനെ ഇത് വായിച്ചു വിടാം. അപ്പൊ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഞാൻ ഈ പേര് വായിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വരും കേട്ടോ. അപ്പൊ ഫസ്റ്റ് രംഗനാഥ മിശ്ര, രണ്ടാമത് വെങ്കട ചെല്ലയ്യ, മൂന്നാമത് വർമ്മ. ഓക്കെ, വർമ്മ കണ്ടോ. വാ എന്നുള്ള 2 അടുത്തുള്ള പേരുകള്. 4 ആനന്ദ് കേട്ടോ. ഞാൻ ആ ഇനീഷ്യലൊന്നും പറയുന്നില്ല. ആനന്ദ്. 5ാമത്തത് ശിവരാജ് പാട്ടീൽ. 5 ശിവരാജ് പാട്ടീൽ. 6ാമത്തത് രാജേന്ദ്ര ബാബു. 6 രാജേന്ദ്ര ബാബു. 7 ഗോവിന്ദ പ്രസാദ് മാത്തൂർ. ഗോവിന്ദ് നിങ്ങൾ കാണാതെ പഠിക്കാനല്ല, ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചു വിട്ടാൽ മതി. ഞാൻ എടുത്തു പറയാണ്, ഇതൊന്നും പഠിക്കാൻ പറയുന്നതല്ല. കാരണം ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇന്ന പേര് ഞാൻ വായിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഈ ഒരു 3 പേര്, ഈ ഒരു ഫസ്റ്റത്തെ 3 പേര് എന്ത് ചെയ്യാ? ഓർത്തു വെക്കാം കേട്ടോ. ഗോവിന്ദ പ്രസാദ് മാത്തൂര്, പിന്നെ KG ബാലകൃഷ്ണൻ, പിന്നെ സിറിയക് ജോസഫ്, പിന്നെ HL ദത്തു. അടുത്തത് PC പന്ത്, പ്രഫുല്ല ചന്ദ്രപന്ത് കേട്ടോ. പ്രഫുല്ല ചന്ദ്രപന്താണ് PC പന്തിൻ്റെത്. പിന്നെ 12ാമതായിരുന്നു അരുൺകുമാർ മിശ്ര. ഇപ്പോ 13ാമത്തെ ആളാണ് കറണ്ട് അഫെയർ വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, പഠിച്ചോ? അപ്പോ ഫസ്റ്റത്തെ ആരാണ്? രംഗനാഥ മിശ്ര, രണ്ടാമത് വെങ്കട ചെല്ലയ്യ, മൂന്നാമത്തത് വർമ്മ, 4ാമത്തത് ആനന്ദ്. രംഗനാഥ മിശ്ര നമ്മൾ എപ്പോഴും നമുക്ക് പിന്നെ എല്ലാവരും പഠിച്ചു വെക്കും. ഇവിടെ അടുത്തത് 2 വാ വരുന്നതാണെന്ന് ഓർക്കാം കേട്ടോ. പിന്നെ ആനന്ദ്, ശിവരാജ് പാട്ടീല്, രാജേന്ദ്ര ബാബു, ഗോവിന്ദ പ്രസാദ് മാത്തൂർ, KG ബാലകൃഷ്ണൻ, സിറിയക് ജോസഫ്, HL ദത്തു, പ്രഫുല്ല ചന്ദ്രപന്ത്, അരുൺകുമാർ മിശ്ര, വി രാമസുബ്രഹ്മണ്യൻ കറണ്ട് അഫെയറിൽ. ഓക്കെ, ഇനി ശിവരാജ് പാട്ടീലാണ് ആദ്യത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കേട്ടോ. ആദ്യത്തെ, അതായത് ഒരാളുടെ ഒഴിവിൽ താൽക്കാലികമായിട്ട് കുറച്ചു കാലം വരുമല്ലോ. ഫസ്റ്റത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ശിവരാജ് പാട്ടീൽ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനായ ആദ്യ മലയാളി ആരെ എന്ന് ചോദിച്ചാൽ KG ബാലകൃഷ്ണൻ. ഓക്കെ, KG ബാലകൃഷ്ണൻ.
അടുത്ത ക്വസ്റ്റ്യൻ, കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഈ കൂറുമാറ്റം എന്ന് പറയുന്നത്? എന്താണ്? അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നതാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും മത്സരിച്ചു. അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഒരു വ്യക്തി മത്സരിച്ച് വിജയിച്ചു പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം അദ്ദേഹം? UDFിലേക്ക് കൂറുമാറുകയാണ്. അപ്പൊ അതെന്താണ് അവിടെ? കൂറുമാറ്റ നിയമപ്രകാരം അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതാണ് കൂറുമാറ്റം കേട്ടോ. കൂറുമാറ്റം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മത്സരിച്ചുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നതിനെയാണ് കൂറുമാറ്റം എന്ന് പറയുന്നത്. 52ാം ഭേദഗതിയിലാണ് കേട്ടോ കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്. 52ാം ഭേദഗതിയിലാണ് എന്ത് ചെയ്തത്? പാസ്സാക്കപ്പെട്ടത് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിരോധനം കൊണ്ടുവന്നത് 52ാം ഭേദഗതിയിലാണ് പാസ്സാക്കിയത്. എന്നിട്ട് 1985 ഇത് നിലവിൽ വന്നത്. 52ാം ഭേദഗതിയോടുകൂടി 1985 കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത്. ആ സമയത്ത് അത് അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? അംഗീകരിച്ച കൂറുമാറ്റ നിരോധന നിയമം അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി ഗെയിൽ സിംഗ് ആണ്. ഗ്യാനി സെയിൽ സിംഗ്. ഓക്കെ. ആ സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരാണ്? രാജീവ് ഗാന്ധി. ആരാണ്? രാജീവ് ഗാന്ധി. ഓക്കെ. ഇനി ഇതില് ഈ കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 102ലും 191ലുമാണ് കേട്ടോ. 102ലും 191ലുമാണ്. അതേപോലെ ഈ 52ാം ഭേദഗതി ചെയ്ത സമയത്ത് ഒരു 10ാമത്തെ പട്ടിക കൂട്ടിച്ചേർക്കപ്പെട്ടു കേട്ടോ. 10ാമത്തെ പട്ടിക കേട്ടോ. 52ാം ഭേദഗതിയിലൂടെ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏത് എന്ന് ചോദിച്ചാൽ 10 കേട്ടോ. കൂട്ടിച്ചേർക്കപ്പെട്ടത് 52ാം ഭേദഗതിയോടുകൂടി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏതാണ്? 10ാമത്തെ പട്ടിക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കോഡ് പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലെ? ആദ്യമായി പഠിക്കുന്നവർക്കൊക്കെ അറിയില്ലേ? 10 കാശ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? കൂറുമാറും അല്ലെ? 10 കാശ് കൈ കിട്ടിയാ കൂറുമാറും. അപ്പൊ 10ാം പട്ടിക 10 കാശ് കേട്ടോ. 10ാം പട്ടികയാണ് 52ാം ഭേദഗതിയോട് കൂടിയിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1985 ഇത് നിലവിൽ വന്നത്. ഇത് നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. അതേപോലെ തന്നെ അനുച്ഛേദം 102ലും 191ലും ഒക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത് കേട്ടോ. ഈ 52ാം ഭേദഗതി പ്രകാരം മാറ്റം സംഭവിച്ച അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 102ഉം 191. ഈ 102ൽ എന്താണെന്നറിയോ പറയുന്നത്? ഈ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചിട്ടാണ് കേട്ടോ. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചിട്ടാണ് 102 പറയുന്നത്. 191 പറയുന്നത് നിയമസഭാംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചിട്ടാണ്. നിയമസഭാംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? 191 പറയുന്നത് കേട്ടോ. പിന്നെ ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനായപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭാംഗമാരാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട, അതായത് ഒരു പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് എന്ത് ചെയ്തു? മറ്റേ പാർട്ടിയിലേക്ക് കൂറുമാറി അല്ലേ? അത് ആരാണ് ചെയ്തത്? ആർ ബാലകൃഷ്ണ പിള്ള കേട്ടോ. ആർ ബാലകൃഷ്ണ പിള്ള. ആർ ബാലകൃഷ്ണ പിള്ള കേട്ടോ. പിന്നെന്താ ഇതിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ച് പഠിക്കാം. നമുക്ക് ഇത് ആൻസർ ഒന്ന് ചെയ്ത് നോക്കിയാലോ? 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നത് കൂറുമാറ്റം. ശരിയാണ്. അപ്പൊ ആൻസർ എന്താണെങ്കിലും 1 ഉണ്ടാവണം അല്ലെ? 1 ഉണ്ടാവണം. ഇവിടെ 2, 3, 4 ഒന്നില്ല. അപ്പൊ ഇത് വിട്ട്. ഇനി 1990 നിലവിൽ വന്നത്. 90 നിലവിൽ വന്നത്. നമ്മൾ പഠിച്ചത് 1985 അപ്പൊ 2 വരുന്ന ഓപ്ഷൻ ഒക്കെ മാറ്റാം അല്ലെ? ഇവിടെ 2 വന്നു, അത് മാറ്റി. ഇനി ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരിയാണ് അല്ലെ? 10 കാശ് കിട്ടുമ്പോ കൂറുമാറുക. 3 അല്ലെ? 10 അത് 3 ശരിയാണ് അല്ലെ? 3 ശരിയാണ്. അപ്പൊ ആൻസറിൽ എന്തായാലും 3 ഉണ്ടാവണം. ഇവിടെ 2ലും 3 ഉണ്ട് അല്ലെ? ഇനി 107ാം ഭരണഘടനാ അനുച്ഛേദത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇല്ല. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? 1ഉം 3ഉമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയല്ലാത്ത ജോഡികൾ. നമ്മൾ നേരത്തെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പറഞ്ഞില്ലേ? അതിൽ ഒരു പോയിന്റ് ഒന്ന് ആഡ് ചെയ്യണം.
നമ്മൾ കേരള നിയമസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ബാലകൃഷ്ണ പിള്ള എന്ന് പറഞ്ഞു അല്ലെ. എങ്കിലും ഇന്ത്യൻ പാർലമെന്റിൽ നിന്നും ഇതുപോലെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട വ്യക്തിയാണ് ലാൽ ദുഹോമ കേട്ടോ. ലാൽ ദുഹോമ ചോദിക്കണേ. ഓക്കെ, ഇനി നോക്കൂ, ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം. ഇവിടെ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, ശരിയായ പ്രസ്താവനയാണ് അല്ലെ. ഒന്ന് എന്തായാലും ആൻസറിൽ കാണണം. ഓക്കെ, ഇവിടെ ഒന്നുണ്ടോ? ഇല്ല. 2ഉം 4ഉം ഉണ്ടോ? ഇല്ല അല്ലെ. ഇവിടെ ഒന്ന് എന്തായാലും വരണം. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് BR അംബേദ്കർ. ഉണ്ടോ? Aയും Cയും ഓപ്ഷൻ വെട്ടിപ്പോയി. ഇനി നമുക്ക് Bയും Dയും മാത്രമേ നോക്കണ്ടുള്ളൂ. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. തെറ്റാണ് അല്ലെ. 2 വരുന്ന ഓപ്ഷൻ മാറ്റ, 2 വന്നത് മാറ്റി. ഇവിടെ ആൻസർ കിട്ടി കണ്ടോ, 1ഉം 4ഉം. ജവഹർലാൽ നെഹ്റു എന്താണ്? ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തിയാണ് അല്ലെ. ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ ആമുഖത്തിന്റെ ശില്പിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആണ്. ശരിയായ പ്രസ്താവനയാണ് അല്ലെ. 1ഉം 3ഉം എന്താണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി. തെറ്റാണ് അല്ലെ. ഇവിടെ ആൻസർ ഏതാണ് വരിക? 1ഉം, ഇവിടെ ആൻസർ ഇല്ല അല്ലെ, തെറ്റിയിട്ടുണ്ട് അല്ലെ. ശരിയല്ലാത്ത ജോഡികൾ എന്നാണ് ചോദ്യം അല്ലെ. സോറി, ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം. അപ്പൊ ഇവിടെ തെറ്റ് 2ഉം 4ഉമാണ് അല്ലെ. ഓക്കെ, ആൻസർ ഏത് വരും? ഇവിടെ ശരിയല്ലാത്ത ജോഡികൾ പറയുമ്പോൾ 2ഉം 4ഉമാണ് അല്ലെ. അപ്പൊ 1ഉം 3ഉം ഒക്കെ എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ള ആൻസർ ആണ്. അപ്പോ ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ആരാണ്? പ്രിയപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ PSCയുടെ. സച്ചിദാനന്ദ സിൻഹ, അതായത് ഇവിടെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? നെഹ്റു ആണ് അല്ലെ. നെഹ്റു ആണ്. ഓക്കെ, എന്താണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്? എന്താണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. അങ്ങനെ 1900 എപ്പോഴാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്? 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്തത്? രൂപീകൃതമായത്. 46 ഡിസംബർ മാസം 9-ാം തീയതിയാണ് ആദ്യത്തെ, 46 ആണ് കേട്ടോ, 46 ഡിസംബർ 9-ന് ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നു. ഓക്കെ, ആദ്യത്തെ സമ്മേളനം നടന്നത് ഡിസംബർ 9. ഈ വർഷവും മാസവും ഡേറ്റും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയോ? എല്ലാ PSCക്കും ചോദിക്കാനാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. 46 ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നടന്നു. അതില് താൽക്കാലിക അധ്യക്ഷനായിട്ട് ആരെയാക്കി? താൽക്കാലിക അധ്യക്ഷനായിട്ട് ആരെയാണ് ആക്കിയത്? നമ്മൾ പറഞ്ഞു, സച്ചിദാനന്ദ സിൻഹയാണ്. കാരണം ആ സമ്മേളനത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അതുകൊണ്ട് താൽക്കാലിക അധ്യക്ഷനാക്കി മാറ്റി. 1946 ഡിസംബർ മാസം 11-ന് എന്ത് ചെയ്തു? സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് നിയമിച്ചു കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം എന്ന് പറഞ്ഞു അല്ലെ. ഈ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 207 പേരാണ് പങ്കെടുത്തത് കേട്ടോ. മൊത്തം 207 പേര് അത് സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിൽ വനിതകൾ 9 പേരുണ്ടായിരുന്നു കേട്ടോ. വനിതകൾ 9 പേര്. ഈ 207 പേരില് ഏറ്റവും മുതിർന്ന, ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു 207 പേരിൽ സച്ചിദാനന്ദ സിൻഹ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഡിസംബർ 9-ന് നടന്ന ആദ്യത്തെ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിച്ചു. പിന്നെ ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് നിയമിച്ചു. പഠിക്കണം കേട്ടോ. അപ്പൊ 207 പേരാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതിലെ വനിതകൾ എന്ത് ചെയ്തു? 9 പേരാണ് ഉണ്ടായിരുന്നത്. മുസ്ലിം ലീഗ് ഈ സമ്മേളനം ബഹിഷ്കരിച്ചു കേട്ടോ. മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? ഈ സമ്മേളനത്തിനെ ബഹിഷ്കരിച്ചു. അതിൽ അവർ പങ്കെടുത്തില്ല എന്നാണ് പറയുന്നത് കേട്ടോ. എവിടെ വെച്ചിട്ടാണ് ആദ്യത്തെ യോഗം നടന്നത്? ഡിസംബർ 9-ന് ആദ്യത്തെ യോഗം നടന്നു എന്ന് പറയില്ല. എവിടെയാണ്? ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ. ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ആദ്യത്തെ യോഗം നടന്നത് കേട്ടോ. ഈ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? ആദ്യമായിട്ട്
അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനിയാണ്. JB കൃപലാനിയാണ്. ഓക്കെ. എങ്ങനെയാ, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണം? 1946 ക്യാബിനറ്റ് മിഷന്റെ വരവോട് കൂടിയിട്ടാണ് കേട്ടോ. ക്യാബിനറ്റ് മിഷൻ ആണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട്. 46 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്തത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതം ആയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇപ്പൊ നമ്മൾ സ്ഥിരം അധ്യക്ഷൻ പറഞ്ഞു, താൽക്കാലിക അധ്യക്ഷൻ പഠിച്ചു, അഭിസംബോധന ചെയ്തത് ആരെയെന്നും പഠിച്ചു അല്ലെ. എങ്കിൽ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരാണ്? HC മുഖർജിയും HC മുഖർജി, പിന്നെ ആരാണ്? VT കൃഷ്ണമാചാരിയും. ആരാണ്? VT കൃഷ്ണമാചാരി. ഓക്കെ, VT കൃഷ്ണമാചാരിയാണ് കേട്ടോ. ഇനി ഇതില് ഈ ഭരണഘടനാ നിർമ്മാണ സഭയില് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ലക്ഷ്യപ്രഖ്യാപനം പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരാണ്? ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയില് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ് കേട്ടോ. നെഹ്റു ആണ്. ഇപ്പോ 1946 ഡിസംബർ മാസം 13, ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടന്നു. അതിൽ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനാക്കി. ഡിസംബർ 6 കഴിഞ്ഞ് 9 കഴിഞ്ഞ് പിന്നെ 11-ാം തീയതി എന്താണ്? രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനാക്കി മാറ്റി. 11-ാം തീയതി കഴിഞ്ഞ് ഡിസംബർ 13-ാം തീയതിയാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത് കേട്ടോ. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയില് ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ 389 ആയിരുന്നു കേട്ടോ. 389. പക്ഷെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തവര് മൊത്തം 207 പേര് മാത്രമുള്ളൂ. അതിൽ 9 വനിതകളുമായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? ഫ്രാങ്ക് ആന്റണിയാണ് കേട്ടോ. ഫ്രാങ്ക് ആന്റണി. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? ഫ്രാങ്ക് ആന്റണി. പിന്നീട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരാണ്? ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരാണ്? SN മുഖർജിയാണ് കേട്ടോ. SN മുഖർജി. ഇവിടെ ഇനീഷ്യൽ ശ്രദ്ധിക്കണം. ഇവിടെ SN മുഖർജിയാണ്, ഇവിടെ HC മുഖർജിയാണ് കേട്ടോ. SN മുഖർജിയാണ് ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൊത്തം എത്ര മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു? മൊത്തം എത്ര മലയാളി അംഗങ്ങളാണ്? 17 പേരാണ് കേട്ടോ. മൊത്തം 17 മലയാളി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണ്? മൊത്തം മലയാളികളാണ് 17. അതിൽ ആണും ഉൾപ്പെടും പെണ്ണും ഉൾപ്പെടും. പക്ഷെ മലയാളി വനിതകൾ എത്ര പേരുണ്ടായിരുന്നു? മലയാളി വനിതകള് 17-ത്തില് 3 പേരാണ് കേട്ടോ. 3 പേരാണ്. ആരൊക്കെയാണത്? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ. ഓക്കെ, 3 പേര്. 17 പേരില് മൊത്തം 17 മലയാളികള്. അതിൽ 3 പേര് മലയാളി വനിതകൾ. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ കേട്ടോ. ഇനി നമുക്ക് ഈ ഭരണഘടനാ നിർമ്മാണ സഭ വനിതകൾ ആരൊക്കെയാന്ന് നോക്കിയാലോ. മൊത്തം 389 എന്ന് പറഞ്ഞില്ലേ. ഇതില് മൊത്തം വനിതകൾ ആരൊക്കെയാന്ന് അറിയോ? ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ അമ്മു സ്വാമിനാഥൻ പറഞ്ഞു, ആനി മസ്ക്രീൻ എന്ന് പറഞ്ഞു, ദാക്ഷായണി വേലായുധൻ എന്ന് പറഞ്ഞു. പിന്നെ ആരൊക്കെയാണെന്നറിയോ? ബീഗം ഐസാസ് റസൂൽ. ഈ ബീഗം ഐസാസ് റസൂല് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക മുസ്ലിം വനിതയാണ് കേട്ടോ. ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ. പിന്നെ ദുർഗാബായി ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത, കമല ചൗധരി, പിന്നെ ലീല റോയി,
കാരണം ഞാൻ ഈ പേരുകൾ തരാൻ കാരണം 2024 നടന്ന ഒരു എക്സാമില് താഴെ തന്നിട്ടുള്ളവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പറയാൻ കാരണം. ലീല റോയി, മാലതി ചൗധരി. നിങ്ങളുടെ അടുത്ത വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള പേരുകൾ കമലും ലീലി മാലതിയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനൊക്കെ അങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പൂർണിമ ചൗധരി കണ്ട ഇന്ദ്രജിത്തിന്റെ ഭാര്യ നമ്മുടെ വനിതാ കമ്മീഷനിൽ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഇവിടെയും ഉണ്ട് അല്ലെ പൂർണിമ ചൗധരി. പിന്നെ രാജകുമാരി അമൃത് കൗർ. ആരാണ് ഈ രാജകുമാരി അമൃത് കൗർ? നമ്മുടെ ആദ്യത്തെ നിയമസഭ അല്ലെ എന്താണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന ആദ്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയില് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? രാജകുമാരി അമൃത് കൗർ ആണ്. രേണുക റായി. അടുത്തത് സരോജിനി നായിഡു. സുജേത കൃപലാനി. വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഓക്കെ, ഇത്രയും പേരാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 വനിതകൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇന്ത്യ വിഭജനത്തിന് ശേഷം ഉള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം മൊത്തം 17 പേരെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ഇന്ത്യ വിഭജനത്തിന് മുമ്പാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം എത്ര പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്? 15 പേരാണ് കേട്ടോ. അതിലെ മലയാളി വനിതകളാണ് ഇവർ 3 പേര്. അമ്മു സ്വാമിനാഥനും ദാക്ഷായിനി വേലായുധനും ആനി നസ്രിനും കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കുറെ പോയിന്റുകൾ പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പൂർണ്ണമായിട്ട് നമുക്ക് അവിടെ ഇനി ഇതിന്റെ ബാലൻസ് പോയിന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യും. താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.